നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ദക്ഷിണ കൊറിയയിലെ നജു മരിയൻ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുന്നതിനെതിരെ വിശ്വാസികൾക്ക് വീണ്ടും മുന്നറിയിപ്പുമായി ദക്ഷിണ കൊറിയൻ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിന് സഭയുടെ അംഗീകാരമില്ലെന്നും തെറ്റായ പ്രചാരണങ്ങളിൽ വീഴരുതെന്നും ജനുവരി 12 പുറത്തിറക്കിയ സർക്കുലർ മെത്രാൻ സമിതി വ്യക്തമാക്കി. നജുവിലെ ജൂലിയ ജൂൺ എന്ന യുവതിക്ക് ലഭിച്ചുവെന്ന് പറയപ്പെടുന്ന ദർശനങ്ങൾക്കോ അവിടെ നടക്കുന്നെന്ന് പറയപ്പെടുന്ന അത്ഭുതങ്ങൾക്കോ കത്തോലിക്ക സഭ യാതൊരുവിധ അംഗീകാരവും നൽകിയിട്ടില്ല എന്നും മെത്രാൻ സമിതി വ്യക്തമാക്കി. 2027 കൊറിയയിൽ നടക്കാനിരിക്കുന്ന ലോക യുവജന സമ്മേളനത്തിന് മുന്നോടിയായി വിദേശങ്ങളിൽ നിന്നുള്ള യുവാക്കളെ ലക്ഷ്യം വെച്ച് സോഷ്യൽ മീഡിയ വഴി വലിയ തോതിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് മെത്രാൻ സമിതി ചൂണ്ടിക്കാണിച്ചു. വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന വിദേശ പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെയും രാഷ്ട്രീയ ഇടപെടലുകൾക്കെതിരെയും ശക്തമായ മുന്നറിയിപ്പുമായി ജെറുസലേമിലെ വിവിധ സഭാ നേതാക്കൾ. ശനിയാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ നൂറ്റാണ്ടുകളായി ജെറുസലേമിൽ നിലനിൽക്കുന്ന അപ്പസ്തോലിക സഭയുടെ പ്രാധാന്യത്തെ നേതാക്കൾ ഊന്നിപ്പറഞ്ഞു. സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തുനിന്നുള്ളവർ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വിശ്വാസികളുടെ ഐക്യത്തെ മുറിപ്പെടുത്തുന്നതാണെന്ന് പ്രസ്താവന മുന്നറിയിപ്പ് നൽകി. നൈജീരിയയിൽ തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയ കത്തോലിക്ക വൈദികൻ ഫാദർ ബോബോ പാസ്കുലിനെ 2 മാസത്തിന് തടവിന് ശേഷം മോചിപ്പിച്ചു. 2025 നവംബർ 17 കടുന അതിരൂപതയിലെ സെന്റ് സ്റ്റീഫൻ ഇടവകയിൽ നിന്നാണ് തോക്കുധാരികൾ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത്. വൈദികന്റെ മോചന വിവരം കടുന അതിരൂപത ചാൻസലറാണ് അറിയിച്ചത്. നൈജീരിയയിൽ ക്രൈസ്തവ വിശ്വാസികൾക്കും പുരോഹിതർക്കും നേരെയുള്ള അതിക്രമങ്ങൾ നിത്യസംഭവമായി മാറുകയാണ്. തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഭീഷണി രാജ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന ബൊക്കോ ഹറാം എന്ന ഭീകര സംഘടന 2009 മുതൽ നൈജീരിയയിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. 5 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള വത്തിക്കാന്റെ ഔദ്യോഗിക കലാ അക്കാദമിയായ പോന്തിഫിക്കൽ അക്കാദമി ഓഫ് ഫൈൻ ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ഓഫ് ദി വിർച്യൂസി അൽ പന്തോണിയന്റെ അധ്യക്ഷയായ ക്രിസ്റ്റീന പെരില്ല ചുമതലയേറ്റു. അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത ഈ ഉന്നത സ്ഥാനത്തെത്തുന്നത്. ലിയോ 14 മാർപ്പാപ്പയാണ് ഈ അക്കാദമിയുടെ പ്രസിഡന്റായി ക്രിസ്റ്റ്യാന പെരല്ലയെ നിയമിച്ചത്. ക്രൈസ്തവ കലയും സാമകാലിക കലയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയമനം. 1542 സ്ഥാപിതമായ ഈ അക്കാദമി ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ കലാസംഘടനകളിൽ ഒന്നാണ്. റോമിലെ പാന്തോണിയയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം നൂറ്റാണ്ടുകളായി വിശ്വാസത്തെയും കലയും ഒന്നിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ലൗകികമായ പ്രത്യാശയ്ക്കും അംഗീകാരങ്ങൾക്കും പിന്നാലെ പോകാതെ ഓരോ മനുഷ്യനും ദൈവത്തിന്റെ കണ്ണുകളിൽ എത്രത്തോളം വിലപ്പെട്ടവരാണെന്ന് തിരിച്ചറിയണമെന്ന് ലിയോ 14 പാപ്പ. ഞായറാഴ്ച വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന മധ്യാഹ്ന പ്രാർത്ഥനയ്ക്കിടെ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാപ്പ. പ്രശസ്തിയോ അംഗീകാരങ്ങളോ നൽകുന്ന താൽക്കാലിക സന്തോഷത്തിന് പിന്നാലെ പോകുന്നത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണ് നമ്മളെ തന്നെ തിരിച്ചറിവാണ് യഥാർത്ഥ സന്തോഷം നൽകുന്നതെന്നും പാപ്പ വെളിപ്പെടുത്തി. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.